കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്തവർക്കുള്ള പോലീസ് സംരക്ഷണം ഒരുക്കാനുള്ള വിധിയെ സ്വാഗതം ചെയ്ത് സെനറ്റ് അംഗങ്ങൾ. യൂണിവേഴ്സിറ്റിയുടെ സ്വതന്ത്ര പ്രവർത്തനത്തിന് നീതിപീഠത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതാണ് വിധി. തങ്ങളെ സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ പോലീസ് ശ്രമിച്ചെന്നും സെനറ്റ് അംഗങ്ങൾ ആരോപിച്ചു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാമനിർദ്ദേശം ചെയ്ത 8 പേർക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നാണ് ഹൈക്കോടതി വിധി. ഹൈക്കോടതി ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണെന്ന് സെനറ്റ് അംഗമായ അനുരാജ് ജനം ടിവിയോട് പറഞ്ഞു. ഇത് വളരെയധികം പ്രതീക്ഷ പകരുന്നതും അതുപോലെ തന്നെ നീതിന്യായ സംവിധാനത്തിന്റെ പിന്തുണ ക്രമസമാധാനം ഉറപ്പാക്കുന്നതിലും അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാല പോലുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് പിന്തുണ ഏകുന്നതുമായിട്ടാണ് കാണുന്നത്. സെനറ്റ് യോഗത്തിനിടെ നടന്ന സമരത്തിൽ പോലീസും യൂണിവേഴ്സിറ്റിയും സംശയാസ്പദമായ നിസ്സംഗതയാണ് പുലർത്തിയത്. സമരക്കാരുമായി ചേർന്ന് നിന്ന് ഗവർണർ നാമനിർദ്ദേശം ചെയ്തവർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ പോലീസ് ശ്രമിച്ചെന്നും ആരോപണമുണ്ട്. സമരക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ സെനറ്റ് യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാം എന്നതിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അവിടെ കണ്ടത്. ക്ഷണിച്ചു വരുത്തിയ സെനറ്റ് അംഗങ്ങളെ പങ്കെടുപ്പിക്കാതിരുന്ന യൂണിവേഴ്സിറ്റി അധികൃതരുടെ കഴിഞ്ഞ തവണ അവർ കൈക്കൊണ്ട നടപടിയും സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ്. പുതിയ സെനറ്റ് നിലവിൽ വന്നതിന് ശേഷം നടന്ന ആദ്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും പത്മശ്രീ ബാലൻ പൂതേരി അടക്കമുള്ള 8 അംഗങ്ങളെയാണ് SFI നേതാക്കൾ തടഞ്ഞത്. തുടർന്നാണ് സെനറ്റ് അംഗങ്ങൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. SFI നേതാക്കൾ ഭീഷണി മുഴക്കിയതായും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. ജനം, കോഴിക്കോട്.